ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പണം അതല്ലേ, അത് ഞാൻ തരൂല. 50 ലക്ഷം അല്ല, ഒരു ചില്ലി കാശ് പോലും ഞാൻ തരികയല്ല. വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാലോ? ആ ഇടി പെണ്ണേ, കൊടുക്കാനുള്ള കാശ് നീ ആ പ്രൊഡ്യൂസർക്ക് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, അയാള് നിന്നെ കൊല്ലും. അതിനു മുമ്പ് എന്തിനാടി നീ എന്റെ കയ്യിൽ നിന്ന് ചാവുന്നേ? ഇവിടെ കോടതിയുണ്ട്, പോലീസും ഉണ്ട്. പോലീസും ഉണ്ട്. എന്റെ അവകാശത്തിന് വേണ്ടിയേ എനിക്ക് അവിടൊക്കെ വേണമെങ്കിൽ പോവാം. നീ പൊയ്ക്കോ. ആരാ വേണ്ടെന്ന് പറഞ്ഞേ? കോടതി ഇപ്പൊ ഒരു കേസൊക്കെ നേരിടാനൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അച്ഛൻ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. അതെനിക്ക് മനസ്സിലായി. എനിക്കൊരു 50 ലക്ഷം രൂപ തന്നിട്ട് ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാ ചെയ്തോ. ബാക്കിയുള്ളത് അയാൾക്ക് കൊടുക്കാനാണോ? അയാൾക്കാണെങ്കിൽ വാങ്ങി തിന്നുന്നതിന് ഒരു നാണമില്ല. അല്ല, നീ ഇത് അയാള് നീ ആരെ ഉദ്ദേശിക്കുന്നേ? ആരെ നീ ഉദ്ദേശിക്കുന്നേ? ഇയാള് തന്നെ. അച്ഛന്റെ സമ്പത്ത് എന്നിലേക്ക് വരാതിരിക്കാനുള്ള ഏക കാരണം ഇയാൾ ഒരുത്തനാ. പറഞ്ഞിട്ട് കാര്യമില്ല. കഞ്ഞിയും കറിയും വെച്ച് കാല് തിരുമിയൊക്കെ അമ്മാവന്റെ പ്രിയ മോനായിട്ട് നിൽക്കുവല്ലേ. അതും ലാഭം നോക്കി തന്നെയാ. അവൻ ഇതിന് ലാഭം നോക്കിയ കാര്യമൊന്ന് നീ എന്നോട് പറയണ്ട. അവനെന്നെ എനിക്കേ ലാഭം ഉണ്ടായിട്ടുള്ളൂ. രാമകൃഷ്ണനെ ആകെ ഉണ്ടായിരുന്നത് 1-2 തുണ്ട് ഭൂമിയാ, പിന്നെ കുറെ തരിശായിട്ട് കിടക്കുന്ന പാടവും. അതില് പണിയെടുത്തതും പൊന്നു വിളിച്ചതൊക്കെ അതിന് വിലയുണ്ടാക്കി തന്നത് പോലും ഈ നിൽക്കുന്ന ഇവനാ. നീ ഇപ്പോ ഇതൊക്കെ കുടുംബ സ്വത്തൊക്കെയാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അധ്വാനിച്ചു കൂട്ടിയവന് തന്നെയാ ഈ സ്വത്തിനൊക്കെ അവകാശം. ഈ സ്വത്തൊക്കെ ഉണ്ടല്ലോ, ഇവന്റേതാ. നിനക്ക് ഒരു ചില്ലി കാശ് പോലും നിനക്കായിട്ട് ഞാൻ തരികയില്ല. അതെന്റെ ഉറച്ച തീരുമാനമാ. എങ്കി അച്ഛനൊന്ന് കുറിച്ചു വെച്ചോ. ഓ, ഇവിടെ പലതും, പ്രിയപ്പെട്ട പലതും ചിലപ്പോ നഷ്ടപ്പെട്ടെന്ന് വരും. അപ്പോഴേ വീണയുടെ വില നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊക്കെ കരയിക്കേണ്ട മാർഗമൊക്കെ എനിക്കറിയാം. ഞാനത് ചെയ്യും. ഓ, നീ ഒന്ന് നിന്നേ. അമ്മാവന്റെ സമ്പത്തിന്റെ കാര്യത്തില് നിനക്ക് എന്തും പറയാം. പക്ഷേ ഈ അവസാനം പറഞ്ഞ വാചകമുണ്ടല്ലോ, പലതും നഷ്ടപ്പെടുത്തുമെന്നുള്ളൊരു ഭീഷണി, അതിന് നീ മുതിരണ്ട. നഷ്ടം ഉണ്ടാക്കുന്നത് പോയിട്ട് ഒരു നുള്ളു മണ്ണ് എനിക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ദേഹത്ത് നിന്നെ കൊണ്ടോ നിന്റെ ആളുകളെ കൊണ്ടോ വീണാൽ ഞാൻ എല്ലാ മര്യാദകളും ഒന്ന് മറക്കും. കുഴി കുത്തി മൂടിക്കളയുന്നതിന് ഞാൻ